കിടക്കുമ്പോൾ ഈ മർത്തോമ സഭയിലെ സന്യാസി വൃന്ദങ്ങൾ തൻ്റെ ചുറ്റും കട്ടിലിന് ചുറ്റും നിന്നു. അപ്പം അവരവിടെ നിന്നുകൊണ്ട് അപ്പം കൊച്ചുപദേശി മരിക്കാറായി. ഇത് ഈ ചുറ്റും നിൽക്കുന്ന ഇവരെന്ത് ചെയ്തു? ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവെ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ എന്ന പാട്ട് പാടിയപ്പോൾ കൊച്ചുമുദേശി കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു പാട്ട് നിർത്താൻ. അപ്പോൾ തൻ്റെ നിഴല് പോലെ കൂടെ നടക്കുന്ന ആളാണ് ചാണ്ടിക്കുഞ്ഞ്. ചാണ്ടിക്കുഞ്ഞ് ഓടി അപ്പച്ചൻ ഇത് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നപ്പം ചാണ്ടിക്കുഞ്ഞ് വിചാരിച്ചു അപ്പച്ചൻ ജീവൻ പോകാറായി പോകുന്നതിന് എന്തെങ്കിലും പറയാൻ കാണും എന്നോർത്ത് കട്ടിലിന് ഇപ്പുറത്ത് വന്നിട്ട് തൻ്റെ കാത് കൊച്ചുമുദേശിയുടെ കാതിനോട് ചുണ്ടിനോട് ചേർത്ത് വെച്ച് ചോദിച്ചു, അപ്പച്ചാ എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു. അപ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ കൊച്ചുപദേശി പറഞ്ഞു, ഞാൻ ഈ പാട്ടല്ല വേറെ പാട്ട് കേൾക്കുന്നു. അപ്പോൾ ചാണ്ടിക്കുഞ്ഞു പറഞ്ഞു, അപ്പച്ചാ ഇവിടെ വേറെ ആരും പാടുന്നില്ല, ഇവരേ ഉള്ളു പാടുന്നു. ഇതല്ല വേറെ പാട്ട്. വേറെ പാട്ടോ? ആ, ഞാൻ വേറെ പാട്ട് കേൾക്കുന്നു. ചാണ്ടിക്കുഞ്ഞു പറഞ്ഞു, വേറെ ആരും പാടുന്നില്ലല്ലോ. അല്ല, ഞാൻ വേറെ പാട്ട് കേൾക്കുന്നു. ചാണ്ടിക്കുഞ്ഞു ചോദിച്ചു, ഏത് പാട്ടിൻ്റെ കാര്യം? ഭക്തൻ പറഞ്ഞു കേൾപ്പിച്ചറിയാമോ? വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാനക്കരെ, വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാനക്കരെ, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്ത ദേശം ശോഭയായി, യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്ത ദേശം ശോഭയായി, ശോഭയായി ശോഭയായി എൻ വാഗ്ദത്ത ദേശം ശോഭയായി, ശോഭയായി ശോഭയായി എൻ വാഗ്ദത്ത ദേശം ശോഭയായി. മതി 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 പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ തിരിഞ്ഞു കിടന്ന കൊച്ചുമുദേശി ഇപ്പുറത്തോട്ടൊന്ന് മറിഞ്ഞു കിടന്നു. അപ്പം ചാണ്ടിക്കുഞ്ഞ് വിചാരിച്ച് പ്രാണം പോയി കാണും. വേഗം ഓടി ഇപ്പുറത്ത് വന്ന് കുലുക്കി വിളിച്ചു, അപ്പച്ചാ അപ്പച്ചാ കണ്ണു തുറന്നേ കണ്ണു തുറന്നേ. കുലുക്കി വിളിച്ചു, കൊച്ചുമുദേശി അനങ്ങുന്നില്ല. വീണ്ടും കുലുക്കി വിളിച്ചു, കണ്ണു തുറന്നേ കണ്ണു തുറന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറയുക, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, ചുറ്റിനും ദൂതന്മാർ നിരന്നു കഴിഞ്ഞു നിരന്നു കഴിഞ്ഞു നിരന്നു കഴിഞ്ഞു. ഒരു ഭക്തന്റെ മരണത്തിൽ നടക്കുന്ന എന്നറിയാമോ? സമയം പോകുന്നു. ഒരു ഭക്തന്റെ മരണത്തിൽ നടക്കുന്ന എന്താ നിങ്ങൾ അറിയണം. ഒരു ഭക്തൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുന്നമേ, days before, thousands of angels would come down and they will occupy that area. ആയിരക്കണക്കിന് ദൂതന്മാർ വന്നിട്ട് ആ ഏരിയ മുഴുവനും ഈ ദൂതന്മാരുടെ കൺട്രോളിലായിരിക്കും. എനിക്ക് ദേഹമൊക്കെ കുളിർ കൂടുന്നത് പറയുമ്പോൾ. ഒരു ഭക്തൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുന്നമേ ആ ഏരിയ മുഴുവനും ദൂതന്മാരുടെ കൺട്രോളിലാ. സ്വർഗത്തിന് വേണ്ടി ത്യാഗം സഹിച്ചൊരു ഭക്തനെ സ്വീകരിച്ചുകൊണ്ട് പോകാൻ ഒന്നും രണ്ടും ദൂതന്മാരല്ല വന്ന് നിൽക്കുന്നത്. അവരിറങ്ങി വരുന്നു മാത്രമല്ല, ഈ എങ്ങോട്ടാ കൊണ്ടുപോകുന്നുള്ള സ്ഥലം കാണിക്കുകയും ചെയ്യും. പിന്നെ അതുകൊണ്ടല്ലേ ഭക്തന്മാരൊക്കെ പ്രത്യാശയോടെ കണ്ണൊക്കെ തുറന്ന് നോക്കിയാൽ നോക്കുന്ന രീതിയിൽ തന്നെ കണ്ണൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങോട്ടാ പോകുന്നതെന്നറിയാം, കൊണ്ടുപോകാൻ വന്നത് ആരാന്നും അറിയാം.